വെൽക്കം ടു അവർ ചാനൽ കണക്കമ്മ 2021. കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ഒരു വേരിയബിൾ എന്താണെന്നും ഒരു ഇക്വേഷൻ എന്താണെന്നും ഇക്വേഷൻ സോൾവ് ചെയ്ത് എങ്ങനെയാണ് അൺനോൺ വേരിയബിളിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അതിന്റെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, plus 3x minus 6x equal to 6. ഇതാണ് ഒരു ഇക്വേഷൻ. നമ്മൾ കഴിഞ്ഞ ആ വീഡിയോയിൽ പഠിച്ചിരുന്നു. ഒരു ഇക്വേഷന് രണ്ട് ഭാഗങ്ങൾ ഉണ്ടാവും. ഈക്വൽ സൈൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈസ് LHS ആൻഡ് റൈറ്റ് ഹാൻഡ് സൈഡ് ഈസ് RHS. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സോൾവ് ചെയ്ത് നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് എത്തണം. അല്ലെങ്കിൽ ഇതിലെ എക്സ് എന്ന് പറയുന്ന അതിന്റെ വേരിയബിൾ അത് അൺനോൺ ആണ്. ആ വേരിയബിളിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ 2x plus 3x minus 6x അത് സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? ഇവിടെ ഈ എക്സിന് പകരം നമ്മൾ മാങ്ങയെന്നോ ചക്കയെന്നോ എന്ത് വേണമെങ്കിലും എടുക്കാം. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 2 ചക്ക പ്ലസ് 3 ചക്ക മൈനസ് 6 ചക്ക. എക്സ് എന്ന് പറയുന്ന അൺനോൺ വേരിയബിളിനെ ഞാൻ വേറെ എന്തായിട്ട് സങ്കല്പിച്ചാലും നമുക്ക് കിട്ടുന്നത് കൂട്ടുക കുറയ്ക്കുക എന്ന് ഉള്ള ക്രിയ ചെയ്യുന്നത് മാത്രമേ ഇതിനകത്ത് പ്രാധാന്യമുള്ളൂ. അപ്പോൾ 2x plus 3x is 5x minus 6x equal to 6. ഈ 5x നിന്ന് നമുക്ക് 6x കുറയ്ക്കാൻ പറ്റും. കാരണം ഇവിടെ 6 ആണ് വലുത്, 5 ചെറുതാണ്. അപ്പോൾ നമുക്ക് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് നമ്പേഴ്സിനെ നമ്മൾ ഇൻറ്റിജേഴ്സ് എന്ന് വേറൊരു മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 5x minus 6x is minus 1x. അതിനെ നമ്മൾ മൈനസ് എക്സ് എന്ന് എഴുതിയാൽ ശരി തന്നെ. is equal to 6. so x equal to minus 6. ഇതാണ് ഈ അൺനോൺ വേരിയബിൾ എക്സിന്റെ വാല്യൂ. ഓക്കെ, ഇനി അടുത്ത ഒരു പ്രോബ്ലം. Seven x minus 5 is equal to 3x plus 3. ഇതില് ഒരു നമ്പറും ഉണ്ട്, ഒരു വേരിയബിളും ഉണ്ട്. അപ്പൊ ഈ വേരിയബിൾ രണ്ടും ഒരേ സൈഡിലേക്ക്, ഈ ഈക്വൽ സൈനിന്റെ ഒരേ സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പോ നോക്കേണ്ടത് എന്താന്ന് വെച്ചാല് ഇത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, ഇത് റൈറ്റ് ഹാൻഡ് സൈഡ്. റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഏത് നമ്പറിനെയാണോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോ അതിന്റെ സൈൻ ഓപ്പോസിറ്റ് സൈൻ ആവും. ഇവിടെ 3x മീൻസ് പോസിറ്റീവ് 3x. ആ 3x ഇപ്പുറത്ത് വരുമ്പോ മൈനസ് 3x ആവും. ഈ 7x ആസ് ഇറ്റ് ഈസ് എടുത്തെഴുതുക. ഈ 3xനെ ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോ മൈനസ് 3x ആവും. ഈ നെഗറ്റീവ് 5 റൈറ്റ് ഹാൻഡ് സൈഡിൽ പോകുമ്പോ പോസിറ്റീവ് 5 ആവും. ഇവിടെയുള്ള പോസിറ്റീവ് 3 അവിടെ അങ്ങനെ തന്നെ എഴുതുന്നു, പ്ലസ് 5. അപ്പൊ 7x മൈനസ് 3x ഈസ് 4x. ഇപ്പൊ എക്സിന് പകരം എന്താണെങ്കിലും വൈയോ ഇസഡോ എന്ത് വേരിയബിൾ ആണെങ്കിലും 7ന് 3 കുറച്ച് എഴുതുന്നു, ആ വേരിയബിൾ അങ്ങനെ തന്നെ എഴുതുന്നു. അപ്പോ 8. x equal to 8/4 which is equal to 2. അപ്പൊ അൺനോൺ വേരിയബിൾ 2 കിട്ടി. ഇതിന്റെ അർത്ഥം ഈ ഇക്വേഷനകത്ത് എക്സിന് 2 എന്നുള്ള വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും സിംപ്ലിഫൈ ചെയ്ത് ഈക്വൽ ആയിട്ട് കിട്ടും എന്നാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. x plus 3 is equal to x by 2 plus 11/2. ഇതിലെയും വേരിയബിൾ ഉള്ളത് ഒരേ സൈഡിലേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ 3x minus x by 2 is equal to 11/2 റൈറ്റ് ഹാൻഡ് സൈഡിൽ അങ്ങനെ തന്നെ എഴുതുന്നു, പ്ലസ് 3 റൈറ്റ് ഹാൻഡ് സൈഡിൽ പോകുമ്പോ മൈനസ് 3 ആവും. അപ്പോ 2 is the LCM, 6x minus x. ഇവിടെ 2 LCM ആവുമ്പോ 11 minus 6. ഇപ്പോ രണ്ട് സൈഡിലും 2 ക്യാൻസൽ ചെയ്യാം. 6x minus x is 5x is
equal to 11 minus 6 is 5. So x equal to 5 by 5 is equal to 1. Question 2x minus 7 minus 3x is equal to 4 minus 2x. ഇതിലെ എക്സ് എന്നുള്ള വേരിയബിൾ എല്ലാം ഒരു സൈഡിൽ കൊണ്ടുവരുന്നു. ഇവിടെ -3x ഈക്വൽ സൈനിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ തന്നെയാണ്, അതുകൊണ്ട് അങ്ങനെ തന്നെ എഴുതാം. ഈ -2x ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ +2x ആകും. ഈ 7 റൈറ്റ് ഹാൻഡ് സൈഡിൽ പോകുമ്പോൾ +7 ആവും. അപ്പൊ എന്ത് വരും? 2 + 2 4 - 3 1 x വരും +1x. ഇത് 8. So 11 x equal to 11. എന്താണ്? എക്സ് രണ്ട് സൈഡിലുള്ളതിനെയും ഒരേ സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ 2x ഇവിടെ -3x, ഈ -2x ഇപ്പുറത്ത് വരുമ്പോൾ +2x ആകും. ഈ -7 അപ്പുറത്ത് പോകുമ്പോൾ +7 ആകും. അപ്പോൾ 2 + 2 4 - 3 is 1. x equal to 4 + 7 11. ഇതാണ് x equal to 11 എന്നാണ് ഇതിന്റെ വാല്യൂ കിട്ടിയത്. അടുത്തത് വേർഡ് പ്രോബ്ലം ആണ്. രണ്ട് നമ്പേഴ്സിന്റെ സം എന്ന് പറയുന്നത് 36 ആണ്. അതിലെ ഒരു സംഖ്യ രണ്ടാമത്തെ സംഖ്യയുടെ 5-1 അപ്പോ നമ്മൾക്ക് ആദ്യം അറിയാത്ത സംഖ്യയെ x എന്ന് സങ്കല്പിക്കണം. ലെറ്റ് x be the first number. അപ്പൊ x ആണ് ഫസ്റ്റ് നമ്പർ എങ്കിൽ സെക്കൻഡ് നമ്പർ എന്താകും? x/5. എന്നിട്ട് അവർ പറഞ്ഞിരിക്കുന്നു ഈ രണ്ട് സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് 36 ആണ്. അപ്പൊ x + x/5 is 36. ഇതിൽ നിന്ന് നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടിയാൽ രണ്ട് നമ്പറും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ ചെയ്യാം? 5 is the LCM. സോ ഇവിടെ 5x + x is equal to 36. ഇനി ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പൊ 6x equal to 5 into 36. x equal to 5 into 36 divided by 6. ഇപ്പൊ നമുക്ക് എക്സിന്റെ വാല്യൂ 30 എന്ന് കിട്ടി. ഒരു നമ്പർ 30 ആണെങ്കിൽ മറ്റേ നമ്പർ 1/5 of that number, that is 30/5, that is 6. അപ്പോൾ നമുക്ക് കിട്ടി ഈ രണ്ട് നമ്പേഴ്സ് ഏതൊക്കെയാണ്? ഒന്ന് 30 ആണ്, സെക്കൻഡ് നമ്പർ 6 ആണ്. അതിന്റെ സമ്മാണ് 36 എന്ന് തന്നിരിക്കുന്നത്. അപ്പൊ ശരിയാണല്ലോ. ഇനി നമ്മൾ ഏജ് പ്രോബ്ലംസ് കുറച്ച് ചെയ്തിട്ടുണ്ട് നേരത്തെ ഒരു വീഡിയോയിൽ. ഇത് ഈ അൺനോൺ വേരിയബിൾ ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു ഏജ് പ്രോബ്ലം കണ്ടുപിടിക്കുന്നത് നോക്കാം. അതായത് ശരത്തിന്റെ വയസ്സ് അച്ഛന്റെ വയസ്സിന്റെ 5/2 ഭാഗമാണ്. ഇത് PSCക്കൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. 8 വർഷങ്ങൾക്ക് ശേഷം ശരത്തിന്റെ വയസ്സ് അച്ഛന്റെ വയസ്സിന്റെ പകുതിയാകുമെങ്കിൽ ശരത്തിന്റെയും അച്ഛന്റെയും ഇപ്പോഴത്തെ വയസ്സ് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ശരത്തിന്റെ അച്ഛന്റെ ഇപ്പോഴത്തെ വയസ്സ് നമുക്ക് എക്സ് എന്ന് എടുക്കാം. ഫാദേഴ്സ് ഏജ് പ്രസന്റ് ഏജ് ആണ് എക്സ്. അങ്ങനെയാണെങ്കിൽ ശരത്തിന്റെ ഏജ് എന്ന് പറയുന്നത് 2/5 ഓഫ് ഫാദേഴ്സ് ഏജ് എന്ന് പറഞ്ഞാൽ 2x/5 ആണ്. 8 വർഷത്തിന് ശേഷം അച്ഛന്റെ വയസ്സ് എത്രയാവും? x + 8 ആവും. അങ്ങനെയാണെങ്കിൽ 8 വർഷത്തിന് ശേഷം ശരത്തിന്റെ വയസ്സ് എത്രയാവും? 2x/5 + 8 ആവും. ശരിയല്ലേ? അവിടെ പറഞ്ഞിരിക്കുന്നു 8 വർഷത്തിന് ശേഷം ശരത്തിന്റെ വയസ്സ് അച്ഛന്റെ വയസ്സിന്റെ പകുതിയാവും. അങ്ങനെയാണെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എങ്ങനെ എഴുതാം? 2/5x + 8 is equal to half of x + 8. ശരിയല്ലേ? അതായത് ശരത്തിന്റെ വയസ്സ് എന്ന് പറയുന്നത് അച്ഛന്റെ വയസ്സിന്റെ പകുതിയാവും 8 വർഷത്തിന് ശേഷം. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടും. അത് നോക്കാം. 5 ആണ് ഇതിന്റെ അല്ല, ഇതിനെ നമുക്ക് ഹാഫ് ഓഫ് x + 8 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഹാഫ് x + 4 എന്ന് എഴുതാം.
അപ്പോൾ ഈ ഹാഫ് എക്സിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുവരുമ്പം 2/5x minus half x is equal to 4 minus 8. ഇത് LCM 5ന്റെ 2ന്റെ 10 ആണ്. അപ്പോൾ 10 divided by 5 is 2. 2 into 2x is 4x minus 10 divided by 2 is 5. 5 into x is 5x is equal to ഇത് മൈനസ് ചെയ്യുമ്പോൾ -4 കിട്ടും. അപ്പോൾ ഇതെന്ത് വരും? -x/10 is equal to -4. രണ്ടിടത്ത് നെഗറ്റീവ് ആയതുകൊണ്ട് നമുക്ക് അതിനെ അങ്ങ് കട്ട് ചെയ്യാം. അപ്പോ x is equal to 10 into 4 is equal to 40. അതായത് അച്ഛന്റെ വയസ്സ് 40 ആണ്. അങ്ങനെയാണ് ശരത്തിന്റെ വയസ്സ് എത്രയാണ്? ഫാദേഴ്സ് ഏജ് 40, ശരത്തിന്റെ ഏജ് 2/5 into 40 which is equal to 16. അപ്പോ നമുക്ക് ഫാദേഴ്സ് ഏജ് കിട്ടി, ശരത്തിന്റെ ഏജ് കിട്ടി. ഇപ്പോഴത്തെ വയസ്സ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ആ അൺനോൺ ഫാക്ടർ കണ്ടുപിടിക്കാൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് വായിച്ച് മനസ്സിലാക്കി എഴുതുന്നതിലാണ് കാര്യം ഇരിക്കുന്നത്. ഇനി നമുക്ക് ഒരു തമാശ കണക്ക് ചെയ്യാം. അതായത് ഒരു കുട്ടി താഴെ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ കുറെ പക്ഷികൾ പറന്നു പോകുന്നു. ഈ പക്ഷികളുടെ എണ്ണം എത്രയാണെന്ന് കുട്ടി ആ കൂട്ടത്തിൽ ഒരു പക്ഷിയോട് ചോദിക്കുകയാണ്. അപ്പോ ആ പക്ഷി പറയാണ്, അതൊരു അല്പം ട്വിസ്റ്റഡ് ആയിട്ടാണ് ആ പക്ഷി പറയുന്നത്. ഞങ്ങളും ഞങ്ങളോടൊപ്പവും ഞങ്ങളുടെ പകുതിയും അതിന്റെ പകുതിയും പിന്നെ നീയും ചേർന്നാൽ 100 ആകും എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ പക്ഷികളുടെ എണ്ണം എത്രയെന്നാണ് ചോദ്യം. അപ്പൊ ഇതൊരു നമുക്ക് രസത്തിന് വേണ്ടി ചെയ്ത് പഠിക്കാം. പക്ഷെ എന്നാൽ ഒരു അൺനോൺ വേരിയബിള് നമ്മൾ അസ്യൂം ചെയ്തിട്ട് അതിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ചോദ്യം ഇതാണ്: ഞങ്ങളും ഞങ്ങളോടൊപ്പവും ഞങ്ങളുടെ പകുതിയും അതിന്റെ പകുതിയും പിന്നെ നീയും ചേർന്നാൽ 100 ആകും. അപ്പൊ നമുക്ക് ആദ്യം ഞങ്ങൾ എന്നുള്ളത് x എന്ന് വിചാരിക്കാം. അപ്പൊ പക്ഷി പറഞ്ഞത് എങ്ങനെയാണ്? ഞങ്ങളും ഞങ്ങളോടൊപ്പവും. അപ്പൊ x എന്നാണ് ഞങ്ങൾ എന്ന് വിചാരിക്കുക. അപ്പൊ ഞങ്ങളോടൊപ്പം എന്ന് പറയുമ്പോൾ x plus x. പിന്നെ പറഞ്ഞു ഞങ്ങളുടെ പകുതിയും. അപ്പോ x plus x divided by 2. ഇനിയോ അതിന്റെ പകുതിയും. ഇപ്പൊ x/2ന്റെ പകുതി എന്ന് പറയുന്നത് x/4 ആണ്. പിന്നെ നീയും. നീ എന്ന് പറയുന്നത് ഇവിടെ ആ കുട്ടിയാണ്. കുട്ടി 1 ആയിട്ടാണ് വരുന്നത്. ഇത് പക്ഷിയാണ്. പക്ഷിയുടെ അത്രയും തന്നെ അതിന്റെ പകുതി, ആ പകുതിയുടെ പകുതി, പിന്നെ ആ കുട്ടി, ഇത്രയും ചേരുന്നതാണ് 100. അങ്ങനെയാണെങ്കിൽ പക്ഷി എന്ന് പറയുന്ന x എത്ര എന്നാണ് ചോദ്യം. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഇതിലെ 4, 2 നമുക്ക് ഇതിന്റെ LCM കണ്ടുപിടിക്കാം. ഈ x plus x അങ്ങനെ കിടന്നോട്ടെ. ഇവിടെ 4 LCM ആണെങ്കിൽ divided by 2 into x is 2x plus x is equal to ഈ 1നെ ഞാൻ റൈറ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുപോയി. അപ്പോൾ 100 minus 1. x plus x 2x അതവിടെ നിൽക്കട്ടെ. ഇവിടെ 3x/4 is equal to 99. അപ്പോ ഇനിയും 4 ആണ് LCM. 8x plus 3x is equal to 99 into 4. അപ്പോ 11x equal to 99 into 4. x equal to 99 into 4 divided by 11. 9. 9 4s are 36. അപ്പോ ആകെ കിളികളുടെ എണ്ണം എന്ന് പറയുന്നത് 36. അപ്പൊ ഈ ചോദ്യം ഒരു രസത്തിന് വേണ്ടി നമ്മൾ ചെയ്തതാണ്. എങ്ങനെയാണ്? ഞങ്ങളും ഞങ്ങളോടൊപ്പവും ഞങ്ങളുടെ പകുതിയും ഞങ്ങളുടെ പകുതിയുടെ പകുതിയും
പിന്നെ നീയും ചേർന്നാൽ 100. അതിനെ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് കിളികളുടെ എണ്ണം കിട്ടി. ഇനി എൻ്റെ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിച്ചത് നമ്മൾ ഒരു അൺനോൺ ഫാക്ടർ കണ്ടുപിടിക്കുന്ന ചോദ്യം എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ്. ഇനി നമുക്ക് 2 അൺനോൺ ഫാക്ടർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അടുത്ത വേറൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബൈ.